അവൾക്ക് എപ്പോഴും ബിസ്ക്കറ്റ് ചെയ്യുന്നു, എപ്പോഴും ബിസ്ക്കറ്റ് ചെയ്യുന്നു. അപ്പോഴെൻ്റെ മോള് തൊഴിലുറപ്പിനൊക്കെ പോകും. അപ്പോൾ അവൻ കൊച്ചവരയ്ക്ക് ലീവാണ്. അപ്പോഴിതുപോലെ പറയും, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത് കയ്യിലിരിക്കുന്ന ബിസ്ക്കറ്റ് യാതൊരു പിള്ളേർക്ക് കൊടുക്കാൻ. അപ്പോൾ കുഞ്ഞുമോളെ പിള്ളേർക്ക് ഇല്ല, പിന്നെ അവൾക്ക് കൊടുക്കാനും. അവൾക്ക് എപ്പോഴും ബിസ്ക്കറ്റ് വേണം, എപ്പോഴും ബിസ്ക്കറ്റ് വേണം. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ചെറുമോൻ മദ്യപിക്കുകയോ? ഒരു പഴവള കൂട്ടത്തെ നടക്കാനോ മദ്യപിക്കാനോ ഒന്നും. ബൈക്ക് വന്നപ്പോഴാണ് ബൈക്ക് കൂട്ടം മദ്യപിക്കില്ല? ഇല്ല ഇല്ല. അല്ലെങ്കിൽ കള്ളം പറയണമെങ്കിൽ അവളത്തങ്ങളെടുക്ക കറ്റാവത്തങ്ങൾ പറയും. ഇത് ഒരു സമ്മേളനം അവനറിയാം. അവരൊക്കെ കൊച്ചുകൂടെ കിടന്ന് അവൻ്റെ കളിച്ചതോ. അപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ ഒരു കേസിലോട്ട് കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ടെന്നോണം ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ വരും. അവൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ എനിക്ക് അമ്മ എഴുതുന്ന വസ്തുവും വീടുമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അമ്മ എടുക്കാൻ അമ്മ എന്നൊക്കെ തരും. അമ്മ എടുക്കാൻ ചെന്ന് കളന്ന് പറഞ്ഞു. ഇത് എത്രയ്ക്ക് പറ്റത്? എന്താ അറിയാം, അറിയാവുന്ന വിറ്റതെന്ന് അറിഞ്ഞില്ല. അവളെ പ്രമാണത്തുണ്ട്, എന്നെ അറിയാതെ ഈ വസ്തു ഇവിടെ വിൽക്കാൻ പാടില്ല. പണ്ടൊക്കെ എന്തോ ഒരു ചെറിയ വഴക്കോ കേസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഉള്ളതാ? അതെ, ഈ ഇവിടെ ഈ ഷിജിലുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടില്? ഇല്ല ഇല്ല. സൽസ്വഭാവിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പെണ്ണിനെ ഉപദ്രവിക്കില്ല, കൊച്ചിനെ ഉപദ്രവിക്കില്ല? ഇല്ല ഇല്ല. അവൻ പൊടിയിലേ ഞാൻ വളർത്തിയോണ്ട് എനിക്കറിയാം. പൊടിയിലേ ഞാൻ വളർത്തിയായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ പോലീസ് ഒന്ന് ചോദിച്ചാൽ അമ്മ ഇതുപോലെ പറയുമോ കാര്യങ്ങളൊക്കെ? പോലീസ് ഒന്ന് ചോദിച്ചാൽ യാവൻ വന്നാലും പറയും. വരും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും ഇവിടെ. ആര്? മോനെ ചെറുമോനെ ഇവിടെ കൊണ്ടുവരും. 14 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരണമെങ്കിൽ അവൻ്റെ ഓരോ കാര്യം പറയും, വരണവൻ്റെ ഓടെ. അവൻ ഒരു കുറ്റം ചെയ്യാത്തവനെ ഇതിന് ശിക്ഷിക്കണമെന്ന്. അവളൊരു മുറിയിൽ കിടക്കും, അവൻ ഒരു മുറിയിൽ കിടക്കും. അപ്പോൾ പിന്നെ കൊച്ചിനെ കൊന്നതാരെന്നാണോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. അവരിവിടെ നിന്ന് പെയ്യ പിന്നെ ഒന്നും അറിയുന്നില്ല. ഈ ഷിജിലിനെ വളർത്തി വലുതാക്കിയ ഒരു മുത്തശ്ശിയാണിത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെക്ഷനിൽ മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച്, അപ്പോൾ ചെറുമോനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ചെറുമോൻ പിന്നെ എന്തെങ്കിലും വരികയോ ഒരു ചായ കുടിക്കാനെങ്കിലും പൈസ തന്നിട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന്. അതിനെന്താണ് ഉത്തരം? അതില്ല. അതില്ല. വന്ന് നോക്കാറില്ല, വെള്ളം കുടിക്കാനൊന്നും തരാറുമില്ല. ഇല്ല, അവർ പെയ്യത് പോലും ഞാൻ അറിഞ്ഞില്ല. ഇവരൊക്കെ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ആരോരും ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ പിന്നെ നേരത്തെ സ്നേഹത്തോടെ ആണല്ലോ എല്ലാം ഷിജിലിനെ കുറിച്ച് പറഞ്ഞത്. ചെറുതില് ചെറുതിൽ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ട, എന്നെ വേണ്ടാക്കും. അതാണ്. അപ്പോൾ ഈ നമ്മൾ പറയാറില്ലേ, പെറ്റ വയറിന് ആരെയും നിഷേധിക്കാനും തള്ളിക്കളയാനും പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഷിജിലിൻ്റെ കുടുംബക്കാരോ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു മുത്തശ്ശി ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നുണ്ട്. ഞാൻ ആ വീടൊന്ന് കാണിച്ചു. ആര്? അപ്പൊ ഇതാണ് ഇപ്പോഴും ഷിജിലിന്റെ മുത്തശ്ശി മാത്രം ഇതിന്റെ ഒരു ഭാഗമാണ് അങ്ങോട്ട് വിറ്റത്. ഷിജിലിന് കൊടുത്തത് വിറ്റുപോയി. ഇപ്പൊ ഈ കുഞ്ഞു വീട്ടില് ഈ മുത്തശ്ശി മാത്രമാണ് ഇവിടെ ഉള്ളത്. അടുപ്പ് പോയിന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ ചാരി വെച്ചിരിക്കുന്ന കൊതുമ്പും ചൂട്ടും ഒക്കെ ഉണ്ട്. അടുപ്പ് ഉച്ചയ്ക്ക് ആഹാരം വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല. പിന്നെ വിശപ്പിന് എന്താണ് പരിപാടി? ഒന്നുമില്ല. അപ്പോൾ വിശപ്പും ദാഹവും ഒക്കെ അങ്ങ് ഈ പ്രകൃതിയിലെ വായു പോലെ അങ്ങനെ ലയിപ്പിച്ച് പറഞ്ഞു നടക്കും. അവര് കാപ്പി തരും. ഈ ഭാഗത്തു നിന്നുള്ള വീട്ടിൽ നിന്ന് ഇവർക്ക് കാപ്പിയൊക്കെ കൊടുക്കും, പിന്നെ ആഹാരം കിട്ടും. അങ്ങനെ അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതെ അതെ. ഈ മുത്തശ്ശിയെ സഹായിക്കാറുണ്ടോ? ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ ചെറുമോൻ ഇപ്പോൾ ജയിലിലാണ്. മുത്തശ്ശിയുടെ ചെറുമോൻ ജയിലിലാണ്. അപ്പം അത് തിരക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ മുത്തശ്ശിക്ക് ചെറുമോനെ കുറിച്ച് നല്ലതാ പറയാനുള്ളതൊക്കെ. അപ്പം അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറയണം. പക്ഷേ വിവാഹം കഴിഞ്ഞ് പോയ ആള് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ പാവപ്പെട്ട മുത്തശ്ശി എന്നാണ് പറയുന്നത്. ഈ നാട്ടുകാരാണ് മുത്തശ്ശിക്ക് അന്നം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, സംരക്ഷണം കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പാവമാണ് അനുഭവിക്കുന്നത്, അറിയോ? അതല്ല, ഇങ്ങനെ ദാഹിച്ച വെള്ളം തരാതെ
ഇങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടതിൻ്റെ ആ ക്രൂരതയുടെ ഇവിടെ ഇല്ലല്ലോ. അപ്പോഴും ഉണ്ടായിരുന്ന നാട്ടിൽ വല്ല മുമ്പേ വന്നിട്ടുണ്ട്. ഇവിടെ മിച്ചം വെച്ച പെയ്യാ പിന്നെ ഇല്ല. എന്നാലും നിങ്ങൾ ജീവനോടെ ഇവിടെ കിടക്കണ്ടേ? ഇവർ വന്ന് നോക്കണ്ടേ? അത് തന്നെ. ആ, അതൊക്കെ ചെയ്യാത്തതിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. വരാൻ പാടില്ലയോ, നിലന്ന് പോവില്ല. അതവനറിയാതിരിക്കാം. ശരി അമ്മ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കും. ശരിയാണല്ലേ, ഓരോരുത്തരുടെ ഭാഗത്തും അവരുടേതായിട്ടുള്ള ശരികളല്ലേ. ഭർത്താവിൻ്റെ വീട്ടുകാർ എപ്പോഴും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ഏതറ്റം വരെ അവർക്ക് പറയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ മറുവശത്തെ അധിക്ഷേപിക്കുന്നു. അതുപോലെ മറ്റൊരു ഭാഗത്ത് പോകുമ്പോൾ, ലക്ഷ്മിപ്രിയയുടെ വീട്ടിൽ പോയപ്പോൾ അവർക്കും ഇത് തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും അകന്ന തുരുത്തുകളായി മാത്രം നിലനിൽക്കുകയും പിന്നെയും സന്താനത്തിൻ്റെ പേരിൽ ഒരുമിച്ച് ജീവിക്കുകയും കുഞ്ഞിൻ്റെ പേരിൽ, കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയുകയും ചെയ്യുന്ന കുടുംബങ്ങൾ ഇതുമാത്രമാണോ? ഇവിടെ വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? അവൻ ഇത്ര കാലവും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു, ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ കുട്ടിക്ക് ഭയമാണ്. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ. എന്നാൽ എന്തുകൊണ്ട് ഇത് മുൻപേ പറഞ്ഞില്ല? ഇതിനിടയ്ക്ക് പലവട്ടം സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാണല്ലോ ഈ ദാമ്പത്യത്തിൻ്റെ പേരിൽ. അപ്പോൾ ആർക്കൊക്കെയോ എന്തൊക്കെയോ രഹസ്യമായോ പരസ്യമായോ ഒക്കെ ഉള്ള പങ്ക്. ആ കൊച്ചിന് നീതി കിട്ടണം, അതുമാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. ഇവരുടെയൊക്കെ തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടിയിരുന്ന ചില പരസ്പര ബന്ധമില്ലാത്ത, പരസ്പരം യോജിപ്പില്ലാത്ത ജീവിത രീതികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെയുള്ളൊരു 10 സെൻറ്റ് വസ്തു വിറ്റ് കിട്ടും എന്ന് വിചാരിച്ച ഷെജിൻ്റെ കുടുംബ വീട് വിൽക്കുന്നു. കാഞ്ഞിരംകുളത്ത് നിന്ന് വാടകയ്ക്ക് വരുന്നു. പക്ഷേ ഇവർ ഈ 10 സെൻറ്റ് വിറ്റ് കൊടുത്തതുമില്ല, വിൽക്കാൻ അനുവദിച്ചതുമില്ല. ഇതൊക്കെ ഷെജിനിൽ ഈ ലക്ഷ്മിപ്രിയോടുള്ള മാനസികമായ അകൽച്ചയ്ക്ക് വഴിവെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ വീഡിയോയിൽ അത് പലവട്ടം ചോദിച്ചിട്ടും ഞങ്ങൾ വിൽക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്ന ലക്ഷ്മിപ്രിയയുടെ വീട്ടുകാരുടെ വാക്കുകൾ ഉണ്ട്. അത് കേട്ടാൽ കാര്യം മനസ്സിലാകും. മറുവശത്ത് ഒരു ജീവിതം നന്നായി പോയിട്ട് പിന്നെ ഇപ്പോൾ സൗകര്യങ്ങളില്ലാത്തൊരു വാടക വീട്ടിൽ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതുമായി ബന്ധപ്പെട്ട ചില കല്ലുകടികളും ദാമ്പത്യത്തെ കൂടുതൽ വഷളാക്കി നിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ലക്ഷ്മിപ്രിയ അമ്മയോടൊപ്പമായിരുന്നു, ഷിജിലിനോടൊപ്പമല്ല. അവിടെ നിന്നുകൊണ്ടാണ് പോലീസിൻ്റെ പുതിയ കണ്ടെത്തലുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു യുവാവ് അവൻ്റെ മൊബൈലിൽ അശ്ലീല വീഡിയോകൾ കണ്ടു, അങ്ങനെയുള്ള ചാറ്റുകൾ നടത്തി എന്നൊക്കെ പറയുന്നത് വളരെയധികം വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റകൃത്യമാണോ എന്ന് മനഃശാസ്ത്രപരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഹൈപ്പർ സെക്സ്വാലിറ്റി, ഭാര്യയിൽ നിന്ന് കിട്ടാത്തത് മറ്റു സ്ത്രീകളിലേക്കും തേടിപ്പോകുന്ന ചിന്തകളിലേക്കും വരുന്ന ഒരു വൈകൃതത്തെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് മാനസികമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയായി എടുത്തു കണ്ടാൽ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാൻ കാരണക്കാരാകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വലുതാണ് എന്ന് കാണാം. 2 പേരും ഒരു പാസ്റ്ററുടെ പേര് പറയുന്നുണ്ട്. ഈ വീട്ടിലാണ് ഷിജിൽ ജനിച്ചത്. നമ്മുടെ മറ്റൊരു വീഡിയോയിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് കാണാം. അപ്പോൾ ഇത് വിറ്റ് എന്ന ഒരാളിൻ്റെ മാനസിക വിഷമമുണ്ട്. മറുവശത്ത് വൈഫിൻ്റെ വസ്തു കൂടി വിറ്റ് വന്നിരുന്നുവെങ്കിൽ എന്നുള്ള ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള നിരന്തര പ്രേരണയുമാണ് അവരുടെ ദാമ്പത്യത്തെ വെറും 1.5 വർഷത്തിന് ശേഷം ഒന്നുമല്ലാതാക്കിയത്. ഇതിനിടയിൽ കൊച്ചിൻ്റെ DNA ടെസ്റ്റ് വരെ നടത്തിയെന്ന് ചിലർ പറഞ്ഞും കേട്ടു. എന്തായാലും ഒരു യുവാവ് ഇപ്പോൾ ജയിലിലാണ്. ഒരു പാവപ്പെട്ട കുഞ്ഞ് എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് ഒരുപാട് യാതനകൾക്ക് ശേഷം പിതാവ് ഉപദ്രവിച്ചു എന്ന് ഇപ്പോൾ അമ്മ പറയുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ ദിവസം ബിസ്ക്കറ്റ് കഴിച്ചു കുഴഞ്ഞു വീണു എന്നാണ് 2 പേരും പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞിന് നീതി കിട്ടുമോ? നീതി കിട്ടണ്ടേ? അതിന് ഒരാൾ മാത്രമാണോ തെറ്റുകാരൻ? ഇതൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഈ മുത്തശ്ശിയെ തേടി ഇവിടെ വന്നത്. അവർ ഒറ്റയ്ക്കാണ് ഇവിടെ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അവസ്ഥയിൽ ഈ തെരുവോരത്തോടുകൂടി അയൽക്കാർ കൊടുക്കുന്നത് എന്തെങ്കിലും വാങ്ങിക്കഴിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. മാതാപിതാക്കളെ വഴിയോരത്ത് ഉപേക്ഷിക്കുന്നവർ ചെയ്യുന്നത് വലിയ പാപം തന്നെയാണ്.
ഒരുപക്ഷെ ആ പാപത്തിൽ നിന്നായിരിക്കും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ വന്നതും ചെയ്തതും ഇപ്പോൾ എല്ലാവരും വലിയ ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ പ്രതികളാക്കപ്പെട്ടതും. ഒരിക്കലും മാതൃത്വത്തെ വഴിയോരത്തുപേക്ഷിച്ച് പോകാൻ പാടില്ല തന്നെ. പിന്നെ ഇവർ തൻ്റെ ചെറുമോനെ സപ്പോർട്ട് ചെയ്യുന്നു, അവനൊരിക്കലും അത് ചെയ്യില്ല എന്ന് പറയുന്നു. അത് ശരിക്കും അമ്മമാരൊക്കെ അങ്ങനെയാണ്. എത്ര വലിയ തെറ്റിനും അവരൊന്നും അംഗീകരിച്ച് തരികയില്ല അവരുടെ മക്കളോ ചെറുമക്കളോ അത് ചെയ്തു എന്ന്. അതെവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ശരി, എന്തായാലും പുതിയ ചില വാർത്തകളിലൂടെ നമുക്കിനിയും ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഷിജിലിനോടൊപ്പം ജോലിക്ക് പോയ ആൾക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ അത് നമുക്ക് കാണാം. ഒപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു വാക്ക്, എവിടെയെങ്കിലുമൊക്കെ ചില്ലറ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് ജീവിതത്തെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ സ്വസ്ഥമായി അകന്നങ്ങ് മാറണം. ആർക്കും ആരും ബോണ്ടല്ലാതിരിക്കട്ടെ. ആരും ആരെയും കൊല്ലുകയും വേണ്ട. എല്ലാവരും ജീവിക്കൂ, മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കൂ. സ്നേഹപൂർവ്വം, സാഫ്രോൺ.